ഹായ് ഗായ്സ്, സിവിൽജിനിക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ക്ഷമിക്കുക എന്ന വാക്കിനർത്ഥം മറ്റുള്ളവർ എപ്പോഴും ശരിയാണെന്നും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുമല്ല, മറിച്ച് ബന്ധങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ ഗായ്സ്, സോ ബി പേഷ്യൻസ് ഓൾവേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമുക്കിനി പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈനാണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ജിയോമെട്രിക് ഡിസൈൻ പോലെയുള്ള ടോപ്പിക്കുകളായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഡിസൈനിങ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് വേണ്ട ജനറലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ഡീറ്റെയിൽസാണ് നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട് 2 തരത്തിലുള്ള പേയ്മെൻറ്റാണ്, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പേയ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ചൊരു ജനറലായിട്ട് സംസാരിക്കാം. പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പാത്ത്, അതെപ്പോഴും എന്തായിരിക്കും? കവേർഡ് ആയിരിക്കും. എന്തെങ്കിലും രീതിയിലുള്ള സർഫസ് കൊണ്ട്, മീൻസ് സർഫസിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് കവേർഡ് ആയിരിക്കും. അങ്ങനെയുള്ള സർഫസിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രാഫിക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് പോകാൻ സാധ്യതയുള്ള മാക്സിമം സ്പീഡും എന്നാൽ അതിനനുസരിച്ച് തന്നെ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയോടെയും കൂടി ഡിസൈൻ ചെയ്യുക, കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പേയ്മെൻറ്റ് ഡിസൈൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിൽ വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പാക്ഷൻ, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി തുടങ്ങിയ ടോപ്പിക്കുകളാണ്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് വഴിയെ നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്കിനി അതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പാണ് നമുക്ക് മെയിനായിട്ട് പേയ്മെൻറ്റ് ഡിസൈനിൽ വരുന്ന 2 ടോപ്പിക്. അതായത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ റിജിഡ് പേയ്മെൻറ്റ്സിൻ്റെ ഡിസൈനും. അതിനൊരു എക്സാമ്പിൾ, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കാണുന്ന ബിറ്റുമിനസ് റോഡ്. ഓക്കെ, അതേപോലെ റിജിഡ് പേയ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ് കോൺക്രീറ്റ് റോഡ്സ്. ഇനി ഫ്ലെക്സിബിൾ പേയ്മെൻറ്റും അതേപോലെ റിജിഡ് പേയ്മെൻറ്റും എന്താണെന്നുള്ളത് പറയാം. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ ബൈ ലെയർ ആയിട്ട് വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോൾ വരുന്ന ലോഡ് ലെയർ ബൈ ലെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അവിടെ അത് നിലനിൽക്കുന്നത്. അതിനെയാണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്നുള്ളത് ഇതിൻ്റെ വളരെ വലിയൊരു എക്സാമ്പിളാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് തന്നെയാണ്, അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാരണം കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ലെസ്സാണ്. അതേപോലെ തന്നെ ഇലാസ്റ്റിക് മോഡുലസും കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. ഓക്കെ, ഇതിൻ്റെ ആ ഒരു ലെയർ സെപ്പറേഷനിൽ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോയിൽ സബ്ഗ്രേഡ്, സബ് ബേസ്, സർഫസ് കോഴ്സ്. അതായത് ഏറ്റവും ടോപ്പിലായിട്ട് സർഫസ് കോഴ്സ് വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബേസ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സബ് ബേസ്, ഏറ്റവും താഴെ സോയിൽ സബ്ഗ്രേഡ്. ഇത്രയാണ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനി റിജിഡ് പേയ്മെൻറ്റ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് കൂടുതലാണ് റിജിഡ് പേയ്മെൻറ്റ്സിന്. അതേപോലെ തന്നെ ഫെയിലിയർ ചാൻസും കൂടുതൽ ഏതിന് തന്നെയാണ്? റിജിഡ് പേയ്മെൻറ്റ്സിന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി അതിനെന്തായിരിക്കും? കുറവായിരിക്കും. അതേപോലെ തന്നെ ലോഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും റെഡ്യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിലുള്ള പോലെ ലെയർ ബൈ ലെയർ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടല്ല, ഒരു സ്ലാബ് ആക്ഷൻ വഴിയാണ് അവിടെ എപ്പോഴും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോഡ് ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കമ്പോണൻ്റായിട്ട് പറയുന്നത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് പോലെ അധികം കമ്പോണൻസ് നമുക്ക് അവിടെ വരുന്നില്ല. ഡയറക്റ്റ് സോയിൽ സബ്ഗ്രേഡ്, അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ബേസോ അല്ലെങ്കിൽ സബ് ബേസോ, ദെൻ കോൺക്രീറ്റ് സ്ലാബ്, ഇത്രയാണ് വരുന്നത്. ഇതാണ് ജനറലായിട്ട് ഫ്ലെക്സിബിളും റിജിഡും തമ്മിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ടേംസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെ നമ്മൾ കോൺഫാൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു സെപ്പറേറ്റ് ടേമാണ് കോൺഫാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഒരു ഫിഗർ നമുക്കിവിടെ നോക്കാം. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ഫിഗറും അതേപോലെ റിജിഡ് പേയ്മെൻറ്റിൻ്റെ ഒരു സെക്ഷണൽ ഫിഗറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കിയാൽ കാണാം. ടോപ്പിൽ സർഫസ് കോഴ്സ് ഉണ്ട്, ബേസ് കോഴ്സ് ഉണ്ട്, സബ് ബേസ് ഉണ്ട്, അതേപോലെ സബ് ഗ്രേഡ് ഉണ്ട്. റിജിഡ് പേയ്മെൻറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ലെയർ സിസ്റ്റം എന്താണ്? കൂടുതലാണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ്. ഇനി നമുക്കതിൻ്റെ കമ്പാരിസൺ ഒരു ടാബുലർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ ചില കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എന്തായാലും ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അതിലൊന്നാണ് ഫ്ലെക്സിബിൾ സ്ട്രെങ്ത്. കമ്പാരിറ്റീവ്ലി നെഗ്ലിജിബിൾ ആണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ, പക്ഷേ റിജിഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി ഹൈ ആയിട്ടുള്ളതാണ്.
അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾ എപ്പോഴും ലെയർ ബൈ ലെയർ ആയിട്ടാണ് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ റിജിഡിൻ്റെ കാര്യത്തിൽ അവിടെ ലെയർ ബൈ ലെയർ എന്ന് പറയാൻ മാത്രം നമ്മളവിടെ ചെയ്യുന്നില്ല, ഡയറക്റ്റ് സ്ലാബ് ആക്ഷൻ വഴിയാണ് അവിടെ എപ്പോഴും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത് ട്രാൻസ്ഫർ ടു സ്ട്രെസ് പറഞ്ഞിട്ടുണ്ട്. ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു ട്രാൻസ്ഫറിങ് ഇവിടെ നടക്കുന്നില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, സർഫസിലേക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മെറ്റീരിയൽസ് നമ്മളെപ്പോഴും ഒരു ട്രങ്കേറ്റഡ് കോണിൻ്റെ ഷേപ്പിലായിട്ടാണ് ലോഡ് എപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ റിജിഡ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും വൈഡ് ഏരിയയിലേക്ക് ആണ് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഡിസൈൻ പ്രാക്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചാർട്ടും ഇക്വേഷനൊക്കെയുള്ള എംപെരിക്കൽ ഡിസൈൻ ഫോർമുലാസ് ആണ് നമ്മൾ കൂടുതലും ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റിജിഡ് പേയ്മെൻറ്റ്സിൻ്റെ ഡിസൈൻ നമുക്ക് ജനറലി വരുന്നത് ഇലാസ്റ്റിക് തിയറി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് വഴിയെ കാണാം. ഇനി നമുക്ക് ജനറലായിട്ട് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഓക്കെ, ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മിക്സ്ഡ് ഡിസൈൻ ഓഫ് മെറ്റീരിയൽസ്, അതേപോലെ തിക്നെസ് ഡിസൈൻ ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ മിക്സ്ഡ് ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ തിക്നെസ് എങ്ങനെ വേണമെന്നുള്ളതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഡിസൈൻ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫാക്ടർ ഫോർ ദ ഡിസൈൻ ഓഫ് പേയ്മെൻറ്റ്സിന് വേണ്ട ഡിസൈനിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാണ് ഡിസൈൻ വീൽ ലോഡ്, സബ്ഗ്രേഡ് ലോഡ്, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, പേയ്മെൻറ്റ് മെറ്റീരിയൽസ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് ആൻഡ് ട്രാഫിക് എക്സെട്ര. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറഞ്ഞതാണ്. ഇതിൽ ഡിസൈൻ വീൽ ലോഡ് എന്ന് പറയുന്നുണ്ട്. ഡിസൈൻ വീൽ ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വെഹിക്കിളിൻ്റെ വീലിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ലോഡ്, അതാണ് ഡിസൈൻ വീൽ ലോഡ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീൽ ലോഡ് എത്രത്തോളം ഹൈ ആവുന്നു അത്രത്തോളം തന്നെ തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമ്മളുടെ മേജറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പോയിൻ്റ്. അതേപോലെ തന്നെ ആ ഒരു പേയ്മെൻറ്റിൽ സ്പീഡ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അവിടെ ആ ഒരു പേയ്മെൻറ്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സും ഇൻക്രീസ് ആവുന്നുണ്ട്. അത്തരം ഒരു കൺസിഡറേഷനിലാണ് നമ്മളിവിടെ ഡിസൈൻ വീൽ ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഡിസൈൻ വീൽ ലോഡിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളുണ്ട്. കോണ്ടാക്ട് പ്രഷർ, അതേപോലെ ഇക്വലൻറ്റ് സിംഗിൾ വീൽ ലോഡ്, ഇതൊക്കെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്, നമുക്ക് വഴിയെ പറയാം. ദെൻ അടുത്ത് വരുന്ന ഒന്നാണ് സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയുന്നത്. സബ്ഗ്രേഡ് സോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സോയിലിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് പേയ്മെൻറ്റിന് വേണ്ടി എത്രത്തോളം തിക്നെസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അതെങ്ങനെ കൊടുക്കണം, അവിടെയുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് എങ്ങനെയായിരിക്കും, അതേപോലെ അതിൻ്റെ സ്ട്രെസ് ബിഹേവിയർ എങ്ങനെയാണ്, സ്ട്രെയിൻ ബിഹേവിയർ എങ്ങനെയാണ് ലോഡ് വരുന്നതിനനുസരിച്ച്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അതാണ് സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയുന്നത് വരുന്നത്. ദെൻ വരുന്നത് ക്ലൈമാറ്റിക് ഫാക്ടർ എന്ന് പറയുന്ന കാര്യമാണ്. ക്ലൈമറ്റ് ഫാക്ടർ നമുക്കറിയാം അല്ലേ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ റെയിൻഫോൾ എഫക്റ്റ് എങ്ങനെ ഉണ്ടാവും, അതേപോലെ സബ്ഗ്രേഡിൻ്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്, ഇതെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ തന്നെയാണ് വരുന്നത്. ദെൻ പേയ്മെൻറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. അതായത് മെറ്റീരിയലിൻ്റെ ബിഹേവിയർ ലോഡിനനുസരിച്ചിട്ട് എങ്ങനെയായിരിക്കും, അതേപോലെ അതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയായിരിക്കും, അതേപോലെ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എൻവയോൺമെൻറ്റൽ ഫാക്ടറും അതുപോലെ വരുന്ന ഒന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഏരിയ കൺസിഡർ ചെയ്യുകയാണ്, അവിടെ നമുക്ക് എംബാങ്ക്മെൻ്റ് ആയിട്ടാണോ അതോ കട്ടിങ് ആയിട്ടാണോ പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ നമുക്ക് അവിടെ ഫൗണ്ടേഷൻ എത്രത്തോളം ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ എത്രത്തോളം ലാൻഡ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ദെൻ ക്രോസ് സെക്ഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ഓഫ് വേ, കാരേജ് വേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഡിസൈൻ ഫാക്ടേഴ്സും എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ആണ്, അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അവിടെ വരുന്ന ട്രാഫിക്കൊക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ചെറിയൊരു ഫിഗർ, ഇത് കൺസെപ്റ്റ് ഓഫ് ESWL, അതായത് ഇക്വാലൻറ്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ, നമ്മൾ
അത്യാവശ്യം കേട്ടിട്ടുണ്ടാവും. നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിങ്ങിലൊക്കെ. അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ വെഹിക്കിൾസൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഹെവി ലോഡ് വഹിക്കുന്ന വെഹിക്കിൾസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിയർ വീൽസിന് എപ്പോഴും ഡബിളായിട്ടായിരിക്കും ഓരോ സൈഡിലും വീൽസ് കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സിംഗിളായിട്ടൊരു ലോഡ് വരുമ്പോൾ ഒരു വീലിൽ നിന്ന് വരുന്ന ലോഡിനെ അങ്ങനെ ഒരു കൺസിഡറേഷനിലേക്ക് മാറ്റുകയാണ്. അതായത് സിംഗിളായിട്ടൊരു ലോഡ് ടയറാണ് അവിടെ വരുന്നത്, ആ ടയറിൽ നിന്ന് വരുന്ന ലോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഡബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടയേഴ്സ് എപ്പോഴും. ആ ഒരു കൺസെപ്റ്റാണ് ഇക്വലൻറ്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ ആ ഒരു സിംഗിൾ ലോഡ് നമ്മൾ ഡിസൈൻ ആസ്പെക്റ്റിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ്, ഡിഫ്ലക്ഷൻ, പ്രഷർ ഇതൊക്കെ തന്നെയായിരിക്കും ഒരു പർട്ടിക്കുലർ ഡെപ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡബിളായിട്ട് ടയർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുക. അതായത് ഒരു സിംഗിൾ ലെയർ നമ്മളോട് ഇമാജിൻ ചെയ്യുകയാണ് ഈ രണ്ട് ഡബിൾ ടയറിന് പകരം. ആ ഒരു സിംഗിൾ ടയറിൽ നിന്ന് വരുന്ന ലോഡ് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ സ്ട്രെസ്സ് ഒക്കെ എത്രയാണോ അത് തന്നെയായിരിക്കും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു 2 ടയറായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ 2 ടയർ ആക്ച്വലി കൊടുക്കുന്നത് അവിടെ എന്ത് വേണ്ടിയിട്ടാണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഡബിൾ ടയർ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടയറായിട്ടാണ്. അതാണ് ESWL അല്ലെങ്കിൽ ഇക്വാലൻറ്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറയുന്ന ഓക്കെ. അതേപോലെ തന്നെ ഒരു മറ്റൊരു ഫാക്ടറാണ് കോണ്ടാക്ട് പ്രഷർ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. കോണ്ടാക്ട് പ്രഷർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ പ്രഷറാണ്. അതായത് പേയ്മെൻറ്റിലേക്ക് വരുന്ന ടയറിൻ്റെ പ്രഷർ എങ്ങനെയാണ് എന്നുള്ളതാണ്. നോർമലി ടയറിൻ്റെ പ്രഷർ ഹൈ ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ ക്വാളിറ്റിയും സർഫസ് കോഴ്സിന് ഉണ്ടായിരിക്കണം എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇതൊക്കെ ഡിസൈൻ ആസ്പെക്റ്റിൽ വരുന്നതാണ്. സോ തിയറി ആയിട്ട് കൂടുതൽ നമുക്ക് പറയാനില്ല. നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോവാം. കൂടുതലും പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിസൈൻ ഓരോ പേയ്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിലാണ് പേയ്മെൻറ്റ് നമുക്ക് വരുന്നത്. ഒന്ന് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, അതേപോലെ ഒന്ന് റിജിഡ് പേയ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടോപ്പിക്കാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഒരു ചെറിയൊരു ടാബുലേഷനും അതേപോലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഒക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറലി 2 രീതിയിലാണ് ഡിസൈൻ നമ്മൾ കാണാറുള്ളത്. അതിലൊന്ന് ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ്, രണ്ടാമത്തേത് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ മെത്തേഡ്, GI മെത്തേഡും CBR മെത്തേഡും. ഇതിൽ ഇവിടെ കാണുന്ന ടാബുലേഷൻ GI മെത്തേഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് GI മെത്തേഡ്? ഗ്രൂപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടേം നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് GI ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഗതി പ്ലാസ്റ്റിക് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്, അതേപോലെ പാർട്ടിക്കിൾ സൈസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സോയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ നമ്പറാണ്. 0 to 20 വരെയാണ് ഇതിൻ്റെ ഒരു വാല്യൂ വരുന്നത്. അപ്പോൾ എത്രത്തോളം വാല്യൂ റെഡ്യൂസ്ഡ് ആണോ അത്രത്തോളം സോയിലിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഗ്രൂപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എംപിരിക്കൽ മെത്തേഡാണ്. അതായത് എന്താണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡിനെ. ഗ്രൂപ്പ് ഇൻഡെക്സ് ചെയ്യുന്നത് ഇതാണ്. അതായത് GI വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സബ് ബേസ് വരെയുള്ള ഡിസൈനിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ട്രാഫിക് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബേസ് കോഴ്സിനും സർഫസ് കോഴ്സിനും വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിയിലാണ് നമുക്കവിടെ ഡിസൈനിങ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ടേബുലേഷനിൽ നമുക്ക് നോക്കിയാൽ ഗ്രൂപ്പ് ഇൻഡെക്സിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. 0 to 1, 2 to 4, 5 to 3, 5 to 9, അതേപോലെ 10 to 20 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ആ സോയിലിൻ്റെ ആ സബ്ഗ്രേഡിൻ്റെ ഇതെങ്ങനെയായിരിക്കും വരിക, പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും വരിക, എക്സലൻ്റ് ആണോ, ഗുഡ് ആണോ, പുവർ ആണോ എന്നുള്ളത് നമുക്ക് ആ വാല്യൂവിൽ നിന്ന് കിട്ടും. അതിൽ നിന്നും നമുക്ക് കൺസിഡർ ചെയ്യാം എത്രത്തോളമാണ് തിക്നെസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എവിടെയാണ്? ട്രാഫിക് വോളിയത്തിനനുസരിച്ചിട്ടാണ്. ലൈറ്റ്, മീഡിയം, ഹെവി എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് ട്രാഫിക്കിന് നമുക്ക് ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ തിക്നെസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 10 ആണോ 20 ആണോ 30 ആണോ എന്നുള്ള വാല്യൂ നമ്മൾ എടുക്കുന്നത് അവിടെയാണ്.
അതിൽ സബ് ബേസ് ഞാനിപ്പോൾ പറഞ്ഞു, നമ്മൾ ഗ്രൂപ്പ് ഇൻഡെക്സ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ തിക്നെസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബേസോ സർഫസ് കോഴ്സോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ട്രാഫിക് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഒരു കൺസിഡറേഷനാണ് നമ്മളവിടെ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്കിനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവാം. അതാണ് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ CBR മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും നമുക്ക് ചെറിയൊരു, ഇതൊക്കെ കോഡ് ബുക്കിൽ ഉണ്ടാകുന്ന ഫിഗേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ, നമുക്കൊരു PSC ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. കൂടുതലായിട്ട് ഇൻഡെപ്തിൽ നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. ദെൻ അപ്പോൾ ഈ CBR മെത്തേഡ് അല്ലെങ്കിൽ കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ മെത്തേഡ്, ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താണ്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്, അതായത് ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്തില്ല, പ്രോപ്പർട്ടീസ്, മെറ്റീരിയൽസ് ഒന്നും അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഒന്നും നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഇവിടെ നമ്മൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസ് ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്ലഞ്ചർ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് 1960 mm² ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു പ്ലഞ്ചർ, 1960 mm² ക്രോസ് സെക്ഷനിലുള്ള ഒരു പ്ലഞ്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ പ്ലഞ്ചറിന് നമ്മൾ ലോഡ് കൊടുക്കുന്നുണ്ട്. അതായത് 2.5 mm പെനിട്രേഷനും 5 mm പെനിട്രേഷനും എത്രത്തോളം ലോഡ് വരുന്നുണ്ട് ആ ലോഡ് നമ്മളവിടെ കൊടുക്കുന്നു. ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 2.5 mm പെനിട്രേഷനും അതേപോലെ 5 mm പെനിട്രേഷനും വേണ്ടിയിട്ട് എത്രത്തോളം ലോഡ് അവിടെ വരുന്നുണ്ടെന്ന് നോക്കുന്നു. ആ ലോഡിനനുസരിച്ച് വേണ്ട പ്രഷർ എത്രയാണെന്ന് നമ്മൾ കാണുന്നു, അറിയാം അല്ലേ. F/A എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്, ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് പ്രഷർ എത്രയാണെന്ന് കാണാം. അപ്പോൾ ആ പ്രഷറിനനുസരിച്ചിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രഷർ വാല്യൂ ഉണ്ട്. അതായത് 2.5 mm പെനിട്രേഷനും 5 mm പെനിട്രേഷനും നമുക്ക് എത്രത്തോളം പ്രഷർ വാല്യൂ വരുന്നുണ്ട് എന്നുള്ളത് സ്റ്റാൻഡേർഡ് മെറ്റീരിയലിനെ വെച്ചിട്ട് നമുക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂമായിട്ട് നമുക്ക് F/A എന്ന് പറയുന്ന ഇക്വേഷൻ, അതായത് ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള കാൽക്കുലേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് റേഷ്യോ കാണാം. അതിൽ നിന്നാണ് നമുക്ക് CBR റേഷ്യോ എന്നുള്ള അല്ലെങ്കിൽ CBR എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതായത് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ പ്രൊസീജിയറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1960 mm² ഉള്ള ഒരു പ്ലഞ്ചർ എടുത്തിട്ട് 2.5 mm അല്ലെങ്കിൽ 5 mm പെനിട്രേഷന് വേണ്ട ലോഡ് എത്രയാണെന്ന് കാണുന്നു. ആ ലോഡിനെ നമ്മളിപ്പോൾ പറഞ്ഞ ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്നു. ആ പ്രഷർ നമുക്ക് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് CBR വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെനിട്രേഷൻ 2.5 ആണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലോഡ് എന്ന് പറയുന്നത് 70 kg/cm² ആണ്. അതേപോലെ 5 mm പെനിട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ 105 ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലോഡ്. ഓക്കെ, ഈ ഒരു ബേസിലാണ് നമ്മളവിടെ CBR വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു CBR വാല്യൂവിനെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്, അതായത് ഡെപ്ത് ഓഫ് കൺസ്ട്രക്ഷൻ എത്രയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഗ്രാഫിൽ CBR എന്ന് പറഞ്ഞിട്ട് X ആക്സിസിലും Y ആക്സിസിലും ആയിട്ട് ഡെപ്ത് ഓഫ് കൺസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ CBR പെർസെൻറ്റേജിൽ നിന്ന് കിട്ടുന്ന വാല്യൂ നമ്മളിവിടെ എവിടെയാണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ ഡെപ്ത് നോക്കുന്നത്. അപ്പോൾ ആ ഡെപ്ത് നോക്കണമെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ABCDEFG എന്ന് പറഞ്ഞ് 6-7 ടേമായിട്ട് നമുക്കിവിടെ തിരിച്ചിട്ടുണ്ട്, കർവ് തിരിച്ചിട്ടുണ്ട് അല്ലേ. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ആണ്, അതായത് നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ഡേ എത്രത്തോളം വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 15 വരെയാണ് വെഹിക്കിൾ എന്നുണ്ടെങ്കിൽ, അതേപോലെ 15 to 45 ആണെങ്കിൽ B. ആ ഒരു കൺസിഡറേഷനിൽ നമുക്ക് ടേബിളും തന്നിട്ടുണ്ട് അല്ലേ. ആ ടേബിളിനനുസരിച്ച്, അതായത് ABCD ഈ ഒരു 7 കാറ്റഗറിയിൽ ഏതിനും ആണ് നമ്മുടെ വെഹിക്കിൾ പാസേജ് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള CBR വാല്യൂ കാണാനാണ് നമുക്കിവിടെ കൊടുക്കുന്നത്. ഇതാണ് ജനറലി, അതായത് സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ആസ്പെക്റ്റിനെ ഒരു തിയററ്റിക്കൽ ബേസിൽ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ GA മെത്തേഡും. ഓക്കെ, അതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്ങനെയാണ് നമ്മളിതിൽ നോർമലി യൂസ് ചെയ്യുന്നത്.
ബാക്കി ഡിസൈൻ ആസ്പെക്റ്റൊക്കെ നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ട് പറയാനുണ്ട്. നമ്മളതൊന്നും പറയുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു PSC ബേസിലാണ് നമ്മളിപ്പോൾ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി നമ്മൾ പറയുന്നത് അതായത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിജിഡ് പേയ്മെൻറ്റിൻ്റെ ഡിസൈനാണ്. എങ്ങനെയാണ് നമ്മൾ റിജിഡ് പേയ്മെൻറ്റ് ഡിസൈൻ? ഇതിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ തിയററ്റിക്കലി പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു തിയറി ബേസിലാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ PSCക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എക്സാമുകൾക്ക്, നോർമൽ എക്സാമുകൾക്ക് വേണ്ട ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മോഡുലസ് ഓഫ് വെലോസിറ്റി ഇവിടെ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതേപോലെ പേയ്മെൻറ്റ് എന്താണ്? റിജിഡാണ് അല്ലേ? ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അവിടെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റിജിഡിറ്റിയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. മോഡുലസ് ഓഫ് വെലോസിറ്റി ഹൈ ആണ്. ഇങ്ങനെയുള്ള ഇങ്ങനെയൊരു കൺസിഡറേഷൻ നമ്മൾ കാണിക്കുന്ന സമയത്ത് HM വെസ്റ്റർഗാർഡ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു റിജിഡ് പേയ്മെൻറ്റ് ഡിസൈനിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോൺക്രീറ്റ് സ്ലാബ് ഒരു എലാസ്റ്റിക് പ്ലേറ്റ് ആയിട്ടും അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള സബ്ഗ്രേഡ് ഒരു ഡെൻസ് ലിക്വിഡായിട്ടും അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടേക്ക് വേണ്ട കാൽക്കുലേഷനും കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം എടുത്തിരിക്കുന്ന അസംഷനാണ്. ഇതൊക്കെ ചിലപ്പോൾ PSCയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് വരുന്ന കോൺക്രീറ്റ് സ്ലാബ് അല്ലേ, ആ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഒരു എലാസ്റ്റിക് പ്ലേറ്റ് ആയിട്ടും അതിൻ്റെ താഴെയുള്ള സബ്ഗ്രേഡിനെ ഒരു ഡെൻസ് ആയിട്ടുള്ള ലിക്വിഡായിട്ടും അദ്ദേഹം കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് അപ്വേർഡ് റിയാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ എത്രയാണോ ഉണ്ടാകുന്നത് അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ടയറിനനുസരിച്ചുള്ള ആ ഒരു അപ്വേർഡ് റിയാക്ഷൻ ഡിഫ്ലക്ഷനും പ്രപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് നമുക്ക് P=K×D എന്ന് പറയുന്നത്. അതായത് അപ്വേർഡ് റിയാക്ഷൻ, അതായത് ലോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ലോഡ് എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്ഷൻ പ്രപ്പോർഷനാണ്. അതാണ് P∝D എന്ന് എഴുതിയിട്ടുള്ളത്. ആ പ്രപ്പോർഷനാലിറ്റിക്ക് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തതാണ് K എന്ന് പറയുന്ന വാല്യൂ. K എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡിസൈൻ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ PSC ബേസിൽ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസൈൻ ഓഫ് ഹൈവേ പേയ്മെൻറ്റ്സിൽ നമ്മൾ ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ തുടക്കത്തിലുള്ളതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെയും റിജിഡ് പേയ്മെൻറ്റിൻ്റെയും ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾക്കൊള്ളിക്കുന്നതാണ്, അല്ലെങ്കിൽ വരുന്ന വീഡിയോസിൽ നമ്മൾ എന്തായാലും അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളൊന്നിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പറയാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. സോ താങ്ക് യു.